ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ വീട്ടിൽ പൊരിച്ച പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിന് സ്നാക്സൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി നിറച്ചും തേങ്ങ ചിരവിയത്, ഒരു 5-6 ചെറിയുള്ളി, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം. ഇതൊന്ന് ചതച്ചെടുക്കാം. ഞാനിത് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ആ തേങ്ങൻ്റെ മിക്സ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതാ ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതാ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് കൗണ്ടർ ടോപ്പിലൊന്ന് ആക്കി കൊടുക്കാം. കയ്യിലും കൂടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നമുക്കൊരു അച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പൊട്ടുന്ന ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാവ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ എടുക്കാം. ഇതുപോലെ ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ഒന്ന് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും കൂടി ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരം തന്നെയാട്ടോ. നമുക്ക് ഈവനിങ്ങിനാണെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.